ഓക്കേ, ഡിസ്കോഡിൽ ഈ വക സാധനങ്ങൾ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്യേ. എടാ എനിക്ക് മറ്റേ വെള്ളം ഒന്ന് മറ്റേ വലിയ ഗ്ലാസ് കലക്കി തരുമോ? മറ്റേ പാഷൻ ഫ്രൂട്ടിന്റെ ഷുഗർ ഒത്തിരി വാരിയിടല്ലേ. ஒரு செகண்ட் நான் வரா மேகில். എടാ എന്നെ പൊക്കി പറയണതും അവരെ താറ്റി പറയണതും ഒന്നും വേണ്ട കേട്ടോ അതിനകത്ത്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വാഗേഷ് ആശ എന്റെ കഥ അറിഞ്ഞൂടെ? ഞാൻ കൊണോഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. എന്താ ഇവിടെ എന്റെ ഫാമിലി ആയിരുന്നു ഉച്ചിഹ. എന്റെ അച്ഛൻ കണാറിന് ഉച്ചിയ. പണ്ട് ഓംലേറ്റ് എടുത്ത് അടിക്കണേ. അച്ഛൻ ഇപ്പൊ പോലീസിലാ. അച്ഛൻ പോലീസ് ഓഫീസറാ. നിന്റെ അമ്മയോ? അമ്മ ലീലാമണി ഉച്ചിയ. അമ്മക്ക് ആ ശക്തി ഉണ്ടായില്ല, അമ്മ മരിച്ച്. എന്റെ 25ാമത്തെ വയസ്സിൽ എന്റെ ഏജിങ് സ്റ്റോപ്പ് ആയതാണ്. ഞാൻ ഇതിന്റെ മേലെ ഏജ് ആവത്തില്ല, മരിക്കത്തുമില്ല. ഉള്ള പ്രമോഷനാണല്ലോ മന്ദാര. കാശിറക്കിയല്ലേ? ഇത് നീ തന്നെയല്ലേ റിയോ? റിയോ നീ തന്നെയല്ലേ? അണ്ണാ ഞാൻ ട്രൈ നോക്കിയത് എങ്ങനെയാണെന്ന് പറയാമോ? ഈറൻ മേഘം മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു കാസ്ട്രോ ആണോ പാടുന്നോ? കാസ്ട്രോയോ? കാസ്ട്രോ ഒന്നുമല്ല. പോയി പൂവമ്പലമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. കൊള്ളടാ, നൈസ് നൈസ് നൈസ്. ആദിത്യ നൈസ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മിശിഹയുടെ വരവ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ആദ്യത്തെ വർക്ക്. മഴയും കാറ്റും ഇടിയും ഇന്നലെ വരെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരു അത്ഭുത വിളക്ക്. പിന്നെ എങ്ങനെയാ വിളക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നത്? അതിങ്ങോട്ടേക്ക് തിരിച്ചുണ്ടെന്നത് ആകാശത്തിന് താഴെയുള്ള സകല അടവും അഭ്യാസവും ജന്മനാ വരിച്ചൊരു മഹാവീരൻ ദേവഗണം. അതെന്ത് സാധനോടോ അത്? വരിച്ചൊരു മഹാവീരൻ ദേവഗണം. ഞാൻ മെസ്സി റൊണാൾഡോ ഫാനൊന്നും അല്ലാഞ്ഞിട്ട് പോലും എനിക്കത് കണ്ടപ്പോ ഗൂസ് ബംസ് അടിച്ചിട്ടാ. കിടില സാധനോടാ. വിഷയം വിഷയം. ഈ ടാഗ് കണ്ടറിയാം, ഇത് ചന്ദ്രന്റെ പെയ്ഡ് വർക്കാണ്. ഈ 20-ാം തീയതി എന്നുള്ളത് ചിലപ്പോ 21-ാം തീയതി ആവും കേട്ടോ. കാരണം എന്താന്ന് പറയട്ടെ, അന്ന് രാത്രി ദീപാവലിയാ. 20-ാം തീയതി അല്ലേ ദീപാവലി? 20-ാം തീയതി അല്ലേ ദീപാവലി? 20-ാം തീയതി ആണെങ്കിൽ അടുത്ത ദിവസത്തേക്ക്, അല്ലെങ്കിൽ അന്ന് തന്നെ. ദീപാവലി 20-ാം തീയതി ആണോ? 20-ാം തീയതി ദീപാവലി. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ബ്രോ. എടാ കള്ളത്തത്തിന്റെ അല്ലടാ, നിങ്ങളറിയാം ദീപാവലിയാ ഗൈസ്. ദീപാവലി ആയതുകൊണ്ടാണ്. ദീപാവലി ആയതുകൊണ്ട് ദേവൂട്ടനെ അവരൊക്കെ വന്നിട്ടുള്ള ആദ്യത്തെ ദീപാവലിയാ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്യും, ഫാമിലി പരിപാടി, മനസ്സിലായോ? ദീപാവലി 20-ാം തീയതി. അപ്പോ 19 അല്ലെങ്കിൽ 20 ആക്കാം. നോക്കട്ടെ, അതനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇത്രയും വേണ്ടായിരുന്നു. ഫ്രിഡ്ജിലുള്ള ഐസ് മൊത്തം വാരിയിട്ടല്ലേ അത്? തണുക്കട്ടെ ഇങ്ങോട്ട്. നൈസ് വീടാ. പിന്നെ എന്റെ ഗൂഗിൾ പേയിലെ പഠിക്കായിരുന്നോ?
ഇങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു, സത്യം പറയാലോ. എപ്പോഴും പഠിക്കണമെന്നൊന്നും പറയുന്നില്ല, ഇടയ്ക്കൊക്കെ ഫോണും കളിക്കാം, വിഷയമൊന്നുമില്ല, അതൊരു പ്രശ്നമില്ലെന്നേ. സ്ട്രീം കാണുന്നതല്ലേ മുന്നുണ്ടായ തന്തയ്ക്ക് ഇല്ലാത്ത ലോഡായില്ലടാ ബാക്കി. തന്തയ്ക്ക് തന്തയില്ലാത്ത കുണ്ണയില്ലാത്ത അതെന്താ ലോഡാവാത്ത? എടാ പിന്നെ എന്റെ ഈ ഗൂഗിൾ പേയിലെ തന്തയില്ലാത്ത കുണ്ണയില്ലാത്ത അണ്ടിയില്ലാത്ത അണ്ടിയില്ലാത്ത കുണ്ണയില്ലാത്ത വെളിച്ചില്ലാത്ത വെളിച്ചന്റെ അച്ഛനില്ലാത്ത കുണ്ണയില്ലാത്ത എന്തൊക്കെ ചെയ്യണം? ഞാൻ പറയുമ്പം എന്തിനു പറയുന്നതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. യു ആർ മൈ സക്സസ്, നോട്ട് മൈ റീപ്ലേസ്മെന്റ്, യു ലിറ്റിൽ ബോയ്. ഈ സീൻ ഉണ്ടല്ലോ ഗൈസ്, ഇത് ഈ ഗെയിം കണ്ടവർക്കേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഈ സീൻ ഇതൊരു ഐറ്റം സാധനമാണ്. ഇത് കളിച്ചവർക്ക് അറിയാം. എന്റെ അമ്മോ, ആ ഇത് കയ്യിൽ നിന്ന് വലിച്ചെടുക്കുന്നില്ല. ആ സീൻ കണ്ടോണേ ഗൈസ് നിങ്ങൾ. എന്റെ എന്റെ അമ്മോ, ഇത് പറയടാ. എനിക്ക് വേണ്ട മിച്ചറൊന്നും വേണം. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഈ ഗെയിം കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ സീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. മനസ്സിലായ? ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നത്, പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ സെക്കൻഡ് വരുന്നുണ്ട്. ഉടനെ വരും. ഉടനെയില്ലെന്ന് തോന്നുന്നു ഗൈസ്, അടുത്ത വർഷമാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാനൊരു വലിയ കാര്യം മിസ് ഔട്ട് ചെയ്ത്. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്ലാക്ക് മിത്ത് തൂക്കങ്ങ് കളിച്ച് തീർത്തതിന് നമുക്ക് ഈ ഗെയിം ഇറക്കിയ ഡെവലപ്പിംഗ് കമ്പനി ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് അയച്ചു തന്നു. മനസ്സിലായ? ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് അയച്ചു തന്നു. എന്നിട്ട് ഇത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവരയച്ച കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. DTDCക്കാരുടെ കയ്യിൽ വന്നിട്ട് ഞാൻ 2 ദിവസം ആ സമയത്ത് മൂന്നാർ പോയപ്പോഴത്തേക്കിന് സമാധാനത്തിന് വേണ്ടി ഞാൻ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു 2 ദിവസം. ഇത് തിരിച്ച് റിട്ടേൺ പോയിട്ട് കസ്റ്റംസുകാരുടെ ഇരിക്കും ഇപ്പം. മനസ്സിലായ? ഇത് ഞാനിനി വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം അവരുടെ കയ്യിൽ നിന്ന്. കാണിച്ചില്ലല്ലോ അണ്ണാ, കണ്ടില്ലടാ. ഞാൻ പോലും കണ്ടില്ല. ഞാൻ പോലും വാങ്ങാൻ പറ്റൂല. അത് കസ്റ്റംസുകാരുടെ അതിന്റെ ഒന്നും അറിഞ്ഞുകൂടാ. മനസ്സിലായോ? എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഒരു മെയിൽ ID മാത്രമുണ്ട്. അവരടുത്ത് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചപ്പോ അവര് പറയണെന്ന് പറഞ്ഞാൽ കസ്റ്റംസിൽ എവിടെയാണ് എന്ന്. എനിക്കൊന്നും വെറുതെ അത് മിസ് ചെയ്ത് പോയടാ. സത്യം പറഞ്ഞാൽ അത് അത്രയും എന്നെ അപ്ഡേറ്റ് ഗെയിമായിരുന്നു. ഇത് ഞാൻ കണ്ടായിരുന്നടാ. നമ്മുടെ ഇത് കണ്ടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേലത്തെ ഒരു വണ്ടി കേരളത്തിൽ ഇറക്കാൻ പറ്റുമായിരുന്നേ ഞാൻ ഇതും കൊണ്ട് നടന്നേനടാ.
എന്റെ എല്ലാ വണ്ടിയും വാരി വിട്ടിട്ട്, അല്ല നമ്മുടെ റൂൾ പ്രകാരം ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അളിയ എന്റെ എല്ലാ വണ്ടിയും വാരിപ്പറക്കി വിറ്റിട്ട് 4 കാറല്ലേ എല്ലാം വാരിപ്പറക്കി വിൽക്കുമായിരുന്നു. ഞാൻ വാരിപ്പറക്കി വിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരെണ്ണം മാത്രം കൊണ്ടു നടന്നേന്. പിന്നെ ഒരു പമ്പ് മേടിച്ചേനെ സ്ട്രീം ചെയ്യണ പൈസക്ക്. എന്ത് സാധനല്ലേ. അയ്യോ ബാബ്സ്, എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ. ബാബ്സ് ഒക്കെ അത്രയും കീഴിൽ ഒരു സാധനം ബിൽഡ് ചെയ്തിട്ടേ റോഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോടാ. ലോറിക്കകത്ത് വെച്ച് കൊണ്ടുപോകണ്ടേ, ലോറിക്കകത്ത് വെച്ച് കൊണ്ടുപോകണ്ടേ. അതിനും വലിയ വിഷമമുണ്ടോ? കൂടൽ. വൈ ഡു യു ഓൾവേസ് വിയർ ബ്ലാക്ക്? I live in the shadows. Justice. Forgot them! I need to go to the Batcave. Batman needs his supplies. Forgot them! Slutty to battle! പച്ചമ്പി നമുക്കിട്ടാണല്ലോ. Forgot them! ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്ത് അതുകൊണ്ടൊന്നും അല്ല. എനിക്ക് വേറെ ഏത് കളർ ഇടുമ്പോഴും ഒരു ഡിസ്കംഫേർട്ടാണ്, മനസ്സിലായ? ഞാൻ ഏത് കളർ ഇട്ടാലും ഒരുമാതിരി ചേരത്തില്ല എന്നുള്ളൊരു കളർ കോംപ്ലക്സ് കൊച്ചിൽ തൊട്ടേ ഉള്ളിൽ വളർത്തിയെടുത്തതിന്റെ ഇതിന്റെ പേർത്താണ് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് ഞാൻ നടക്കണത്. സത്യമായിട്ട് പറയാം, അതാണ് എന്റെ ഒരു ഈ നാട്ടിലെ പാടത്ത് കളിക്കാൻ പോയപ്പോ ചെറിയ പിള്ളേരെ വെച്ച് തമാശക്ക് എടുത്തതാ കണ്ടിട്ട് അഭിപ്രായം പറയണേ. 36 പേജിൽ നിന്ന് പറ്റി അറിയാം. ഈ കാർഡിനൊക്കെ അടിയുണ്ടാക്കിയത് പോലെ വേറെ ഒന്നിനും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ക്രിക്കറ്റ് കാർഡ്സ്. ഫുട്ബോൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഫുട്ബോൾ ക്രിക്കറ്റ് കാർഡ്സ്, സച്ചിന്, ധോണി, അങ്ങനെ കുറെ സാധനം, WWE. എന്റെ അമ്മ അതൊക്കെ ഒരു കാലല്ലേ എന്റെ അമ്മോ. ഈ WWE സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അയലത്തോട്ടെ തിരിഞ്ഞിട്ടില്ല. നെയിം സ്ലിപ്പ്, അയ്യോ സത്യം അതും പറയാൻ പറഞ്ഞു. നെയിം സ്ലിപ്പ് ഓ. ബ്രോ കിടിലം കേട്ടോ, ഒടുക്കത്തെ ഐഡിയ. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ കുറ്റം പറയാമല്ല, ഇപ്പൊ 2000-ലെ പിള്ളേരൊക്കെ ഈ ഒരു 2K എന്ന് പറയുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ കാർഡ് കളക്ഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ? ഇവര് കുറച്ചുകൂടി ടെക്കീസ് ആയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ട് ടെക്കീസ് ആയിരുന്നു. അവർ ഉണ്ടായിരിക്കും ആ താല്പര്യമുള്ളവരുണ്ട്. എല്ലാ നമ്മൾ 2Kയിലോ വളർന്ന എല്ലാ പിള്ളേരെയും അങ്ങനെ ഒരേപോലെ കാണാൻ പറ്റൂല, പക്ഷെ എന്നാലും ഉണ്ടാവും നമ്മുടെ ടൈമിൽ. ഇത് ഞങ്ങളുടെ ടൈമിൽ ഇത് ഭയങ്കര കൂടുതലായിരുന്നു, പറയാതിരിക്കാൻ വയ്യാട്ടാ. ഞങ്ങളുടെ ടൈമില് ഇതിന്റെ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്തായിരുന്നു. നിങ്ങൾ എങ്ങനെ ഈ ഗെയിം കളിക്കുന്നത് എനിക്ക് അറിയണ്ട. ഞങ്ങൾ എങ്ങനെ കളിക്കാന്ന് അറിയാമോ? കാർഡ്സ്, ഇപ്പൊ ക്രിക്കറ്റ് കാർഡ്സാ കളിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ക്രിക്കറ്റ് കാർഡാ കളിക്കുന്നതെങ്കിൽ നമ്മള് ഷഫിൾ, ഇപ്പൊ അവന്റെ ക്രിക്കറ്റ് കാർഡ്, എന്റെ ക്രിക്കറ്റ് കാർഡ്, ഞാൻ ഒരു റാൻഡം കാർഡ് എടുക്കും. റാൻഡം കാർഡ് എടുക്കുമ്പോൾ സച്ചിനാണെങ്കിൽ മോസ്റ്റ് റൺസ് സച്ചിനായിരിക്കും. അപ്പൊ ഞാൻ മോസ്റ്റ് റൺസ് പറയും. അപ്പൊ അതിനകത്ത് ആർക്കാണോ മോസ്റ്റ് റൺസ് കൂടുതലെന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ മോസ്റ്റ് റൺസ് എങ്കിൽ അവനെ കാർഡ് എനിക്ക് തരണം, അവന്റെ കാർഡ് മേടിക്കും. ഞങ്ങൾ അങ്ങനെയായിരുന്നു കളിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണോ കളിച്ചോണ്ടിരുന്നത്? പല രീതി കളിക്കുന്നവരുണ്ട്, ഇതുപോലല്ല പല രീതി കളിക്കുന്നവരുണ്ട്. സെയിം അങ്ങനെ കുറെ ഉണ്ട്. അതന്നെ അതൊക്കെ ഒരു കാലം. നിങ്ങളില്ലാണ്ട് ഞമ്മക്ക് എന്ത് സുഖമെന്ന്. അല്ല നിങ്ങൾ എപ്പോഴാ ഞമ്മളെ കൊണ്ടുപോകാൻ വരണേ? അത് പറയാനല്ല ഞമ്മളെ വിളിച്ചത്. ഈ വരുന്ന തിങ്കളാഴ്ച പുലർച്ചക്ക് ഞമ്മളെത്തും ഇൻഷാ അല്ലാ. ഓ ആയിക്കോട്ടെ, തിങ്കളാഴ്ച പൊലച്ചയ്ക്ക് എന്നാ ഞമ്മളെ എയർപോർട്ടിൽ ഉണ്ടാവും. ആ അതും അറിയാനാ വിളിച്ചത്. ഈ എന്റെ ആങ്ങളമാരെയും കൂട്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയിക്കണി. എന്നെ സുക്കൂറിനോടും എന്റെ ചങ്ങായിമാരോടും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ പറയും. പിന്നെ എന്റെ സ്നേഹിതൻ ദാസല്ലേ, ഓനോട് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വിട്ടോളാൻ പറയും.
അല്ല മനുഷ്യ നിങ്ങൾ ഒരൊറ്റ ആളില്ല വരണേ? അത് സാധാരണ കോഴിക്കോട് വിമാനത്താവളത്തിലല്ല നിങ്ങൾ ഇറങ്ങാറ്, പിന്നെ ഇതിലിപ്പോ എല്ലായിടത്തേക്ക് ആളായിക്കണേ. എന്റെ സൂറാവി, ഈ പേപ്പറൊന്നും വായിക്കാറില്ലേ? നമ്മൾ എയർ ഇന്ത്യന്റെ വിമാനത്തിലാണ് വരുന്നത്. അതെവിടാണ് ഇറങ്ങാന്ന് അടുത്തോളം കൂടി അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇതാണ് സത്യം. ഞാനൊരു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയണം, എന്റെ വൈഫ് എയർ ഇന്ത്യയിലെ ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. ആൾക്കിത് കഴിക്കുമ്പോ ചങ്ക് തരും, ഒബ്വിയസ്ലി ചങ്ക് തരും, മനസ്സിലായോ? പ്രശ്നമാണ് അവിടെ, പ്രശ്നമുണ്ടാകും. അണ്ണാ ഇതൊരെണ്ണം വാങ്ങിയാലോ ഈകളെ? My blades when I don't raise. My blades when I don't raise. സാധനമല്ലേ ഇത് മറ്റേ ഗോഡ് ഓഫ് വാറിലെ ബ്ലേഡ് അല്ലേ ഇത്? ബ്ലേഡ്സ് ഓഫ് കയോസ് അതാണോ ഇത്? നമുക്ക് ഈ സാധനം ഇതുവരെ കിട്ടിയില്ല ഏട്ടാ, ഇത് കിട്ടിയില്ല ഗൈസ്. ഇന്നലെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ ഗോഡ് ഓഫ് വാറിന്റെ. കാണാത്തവർ ഫസ്റ്റ് എപ്പിസോഡ് കാണും. ഇന്ന് നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് കളിക്കും. വര വീഡിയോ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാണ്, കുറേ ആയി. പിള്ളേര് തൂക്കി കൊള്ളാട. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റണമല്ലേ ഓഡിയോ? സിനിമയിലെ ഏറ്റവും ഇമോഷണൽ സീനായ രേവതി മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ ഏട്ടൻ ഫാൻസിന്റെ കൊടൂര ഡാൻസ്. ആകാശദീപങ്ങൾ സാക്ഷിക്കൊക്കെ ഡാൻസ് കളിക്കണ പിള്ളേരെന്നൊക്കെ പറഞ്ഞ ഇവന്മാരെങ്ങനെയാണ് ഇങ്ങനെ നിക്കണേ? ഒയ്യോ, ആ പാട്ടിനൊക്കെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞല്ലേ. വേറൊരു കാര്യം ഉണ്ടടാ, ഈ ലാലേട്ടന്റെ പടം റീ റിലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉത്സവം പോലെയാ. അതിലിനി മരണം വന്നാലും ആക്ഷൻ വന്നാലും കോമഡി വന്നാലും എല്ലാരും ഭയങ്കര പവറായിട്ട് നിക്കണം. എനിക്കത് അറിഞ്ഞൂടാ എന്താണ്. ഞാൻ പക്ഷെ റീ റിലീസ് കാണാൻ പോയില്ല കേട്ടാ, കാണാം. എന്താണ് ഈ ചക്രവ്യൂഹം? പണ്ടുകാലം മുതലേ ഉള്ള ഒരു യുദ്ധതന്ത്രമാണ് ചക്രവ്യൂഹം. വളരെയധികം അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം. റാൻഡം നമ്പറിൽ നിന്നൊക്കെ കോള് വരുന്നത്. എനിക്ക് ഒരു സെക്കൻഡ്. ഹലോ, ആരാണ്? എന്താ വച്ചനെ പറഞ്ഞു? രഘുല നിനക്ക് വല്ല കോളും വന്നാ? വരാനല്ലേ ഞാൻ വെയിറ്റിംഗ്. ഇതുപോലെ ഡീസന്റ് ആയിട്ട് സംസാരിക്കില്ലല്ലോ, മനസ്സിലായ? കൊണ്ടുപോയ അടുത്ത് നമ്മുടെ ട്രൂത്ത് അറിയാണ്. ഇതുപോലെ ഡീസന്റ് ആയിട്ട് സംസാരിക്കില്ല, ട്രൂത്ത് അറി. രഘുലോടൊക്കെ ചോദിക്കോ നിന്റെ വീട് എവിടാ? നീ ഇങ്ങോട്ട് ദുബായിലോട്ട് അത് കുറച്ച് തിരിച്ചു പോകില്ലല്ലോ എല്ലാരും. അത് വേറെ ആരും ചോദിക്കാൻ വിളിച്ചത്. വള്ളിയൊന്നുമല്ല. എന്തൊക്കെ തരം പേരുകളാ? അടുത്തതായോ? സാധനം തുടങ്ങിയാ? ഇല്ല, സാധനം തുടങ്ങിയില്ല. എന്താണ് ചക്രവ്യൂഹം? പണ്ടുകാലം മുതലേ ഉള്ള ഒരു യുദ്ധതന്ത്രമാണ് ചക്രവ്യൂഹം. വളരെയധികം അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചക്രം പോലെ തോന്നും, എന്നാൽ അകത്ത് പ്രവേശിച്ചാലാണ് മനസ്സിലാക്കുക അതൊരു കെണിയാണെന്ന്. ശത്രുവിന് വെളിയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ എളുപ്പമാണ്, എന്നാൽ അകത്ത് നിന്ന് പുറത്തേക്ക് വരിക ഏറെക്കുറെ അസാധ്യമാണ്. യുധിഷ്ഠിരൻ സ്തംഭിച്ചുപോയി. പണ്ട് മുതലേ ചക്രവ്യൂഹത്തെ പറ്റി അയാൾ ഒരുപാട് കേട്ടിരിക്കുന്നു, എന്നാൽ എങ്ങനെ അതിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് ഒരു പിടിയുമില്ല. അയാൾ മറ്റു പാണ്ഡവരെ എല്ലാം നോക്കി. എല്ലാവരുടെയും മുഖത്തും ആ ഭയം അയാൾ കണ്ടു.
എങ്ങനെ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു വരണമെന്ന് ഒരാൾക്ക് പോലും അറിയില്ല. അവിടെ ആകെ ഒരു ഭയപ്പെടുത്തുന്ന നിശബ്ദത പടർന്നു. ആര് പോകുമെന്നുള്ള ചോദ്യം അവരിൽ ആവർത്തിക്കുവാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ഒരു രഥത്തിന്റെ ശബ്ദം അവരുടെ കാതുകളിലെത്തിയത്. പാണ്ഡവരുടെ ഭാഗത്തു നിന്നുമാണത്. എന്നാൽ രഥം അടുക്കും തോറുമാണ് അവരത് മനസ്സിലാക്കിയത്. അവരെ പൂർണ്ണമായും ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച. പാണ്ഡവരിൽ എല്ലാവരിലും ആ കാഴ്ച ഭയം നിറച്ചു. എന്തിനേറെ പറയുന്നു, കൗരവർ പോലും ആ കാഴ്ച കണ്ടു ഞെട്ടി. അങ്ങനെ വെറും 16 വയസ്സായപ്പോൾ തന്നെ ഒരു മുതിർന്ന യോദ്ധാവ് പഠിച്ചിരിക്കേണ്ട എല്ലാ ആയുധമുറകളും അവൻ പഠിച്ചു. എന്നാൽ ഗുരുകുലം വിടാൻ നേരം അവൻ കൃഷ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചക്രവ്യൂഹത്തെ പറ്റി പഠിപ്പിച്ചു തരുമോ? അഭിമന്യു ചെയ്തത് എടുത്തുചാട്ടമാണോ എന്ന ചിന്ത യുധിഷ്ഠിരനിൽ വന്നു. അവന് വെറും 16 വയസ്സിലെ പ്രായവും ബുദ്ധിയുമല്ലേ ഉള്ളൂ. എന്തുകൊണ്ടത് ഞാൻ ആലോചിച്ചില്ല? അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് കയറി. ചക്രവ്യൂഹം ഉടൻ തന്നെ അടച്ചു. ആ 4 വശത്തു നിന്നുമുള്ള ആക്രമണം ഒരു അനുഗ്രഹമായിരുന്നു. കൈകൾ മാത്രം ചലിപ്പിച്ച് കേവലം കാൽവയ്പ് മാറ്റിക്കൊണ്ട് അയാൾ 4 ദിശകളിലുമുള്ള ശത്രുക്കളോട് ഒരേ സമയം പോരാടി. അയാൾ കൊല്ലുന്ന ആളുകളുടെ എണ്ണം നിമിഷം തോറും കൂടുവാൻ ആരംഭിച്ചു. പതിയെ പതിയെ ചക്രവ്യൂഹം രക്തത്തിൽ കുളിക്കുവാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് ചക്രവ്യൂഹത്തിന്റെ താളം തന്നെ അയാൾ തെറ്റിച്ചു. അതിശക്തരായ യോദ്ധാക്കളെ വരെ അഭിമന്യു കൊന്നുകൊണ്ടിരുന്നു. ശേഷം എല്ലാവരും കൂട്ടമായി അയാളെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. നിരവധി അമ്പുകൾ ആ 16 വയസ്സുകാരന്റെ ശരീരത്തിൽ ആഞ്ഞു കയറി. പെട്ടെന്നായിരുന്നു ആ ശബ്ദം അവരെ ഞെട്ടിച്ചത്. എന്നാൽ ശബ്ദത്തേക്കാൾ ഉപരി ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി. അഭിമന്യു രഥത്തിന്റെ ചക്രമേന്തി നിൽക്കുന്നു. എതിരെ വരുന്ന എല്ലാവരെയും അയാൾ ആ ചക്രം ഉപയോഗിച്ച് കൊല്ലുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ആ കാഴ്ച ഭീതി നിറച്ചു. എന്റെ അമ്മോ, ഇത് ആരുടെ ഡബ് ചെയ്തത്? ഇത് മറ്റേ സിനിമാജിക്കിന്റെ അല്ലേ വീഡിയോ? ആണോ? അതാ എനിക്ക് അറിഞ്ഞൂടാ. അതാരാ? യൂട്യൂബില് ആണോ? അത് വൺ സീരീസ് സിനിമാജിക്. ഇങ്ങനെ സീരീസ് പോലെ ഇറക്കിക്കൊണ്ടിരിക്കും. സീരീസ് പോലെ മഹാഭാരതം മൊത്തം സിനിമാജിക്. CINE. ഓ എന്റെ അമ്മോ, 2 മില്യൺ വ്യൂസ് ഈ വീഡിയോക്ക്. ഇപ്പൊ കണ്ടതിനാ? ഓ എന്റെ അമ്മോ, ഇതാണ് ചാനൽ. സബ് അറിയാത്തവരുണ്ടെങ്കിൽ ഡു സബ് കേട്ടാ. എന്റെ അമ്മോ, 989K ആയിട്ടാ ഇപ്പം. മായാലോകം കൊറേ ഉണ്ടല്ലോ. മറ്റേ വീഡിയോ ക്ലോസ് ചെയ്ത് സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ട് ഒറ്റ അല്ല, അറിയാത്തവരുണ്ടെങ്കിൽ കഴിച്ച് ഞാനെന്നാ അറിയണം. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്റെ അമ്മോ, എന്ത് സാധനം പറ. ഇതാണല്ലോ നമ്മളിപ്പോ കണ്ടത്. ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇത് 28. എന്റെ അമ്മു കാണണം കേട്ടോ. ഇതിൽ ഏതൊരു വീഡിയോ എന്റെ അകത്ത് പ്ലേ ആയിട്ടുണ്ട് കണ്ട. ഇവിടെ വരെ 6 മാസം മുമ്പത്തെ. ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. കാണാം. ട്രൈ ചെയ്ത് നോക്കാം. സിംഗിൾ പാട്ടുണ്ടെന്ന്. ഓ ഓക്കെ. നോക്കാം. മോസ്റ്റ് അണ്ടർ റേറ്റഡ് ചാനൽ ഇൻ മലയാളം. അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ലടാ. നല്ല വ്യൂസ് ഉണ്ട്. ഞാൻ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. മസ്റ്റ് കാണാം. ലൈവ് കണ്ടതേ ഉള്ളൂ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫുൾ ഇതാണ്. വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് ലൈവ്. ഇന്നലെ ഗൈസ് ഇതിന്റെ ഒരു സാമ്പിൾ ഫൈറ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. എന്റെ അമ്മോ, എന്റെ കിളി പോയി. 2018 ഇറങ്ങിയ കളിയാളിയാ. എന്ത് ചെയ്ത് വെച്ചിരിക്കണം എന്നറിയോ അമ്മമാര് അതിനകത്ത്. ഞങ്ങള് ഇന്നലെ ഡിഫിക്കൽറ്റി കൂട്ടിയിട്ട് കളി തുടങ്ങി. അപ്പോഴത്തേക്കിന് ചാറ്റിൽ എല്ലാരും കൂടെ പറഞ്ഞ് ഡിഫിക്കൽറ്റി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിച്ചിടം വരെ വീണ്ടും രാത്രി കുത്തിയിരുന്ന് കളിച്ചു. ഡിഫിക്കൽറ്റി കുറച്ചുണ്ട്. യൂട്യൂബിൽ പോസ്റ്റ് ആക്കി തുടങ്ങിയായിരുന്നോ? ഇല്ലല്ല, ഞാൻ 2K അല്ല, ഞാൻ ജെൻസി. ഞാൻ മില്ലിനിയൽസ്. 1997 തൊട്ടല്ലേ ജെൻസി? 1997. അപ്പൊ ഞാനൊരു ജെൻസി ആണേ.
ഞാൻ ജസ്റ്റ് മിസ്സിനാണ് കേട്ടത്. ഞാൻ ജെൻസിയാണ് 97 ആണ്. ജെൻസിയാണ്. പിന്നെ അപ്പൊ ഇതുപോലെ വേറെ ജനറേഷൻസ് എത്ര ജനറേഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം നിനക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ജനറേഷൻ കാറ്റഗറൈസ് ചെയ്തത് 1883 മുതൽ 1900 വരെയാണ്. അത് ലോസ്റ്റ് ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 1901 മുതൽ 1927 വരെ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. ദെൻ കംസ് 1928 മുതൽ 1940 വരെ അവരെ സൈലന്റ് ജനറേഷൻ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നത് ബേബി ബൂമേഴ്സ്. ഇവര് 1946 to 1964 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെന്നിയൊക്കെ അപ്പൊ ഇനി ബേബി ബൂമർ ബേബി ബൂമർ ഗെയിമിംഗ് ബ്രോ. ഹലോ, മെന്നിയൊക്കെ ബേബി ബൂമർ. ബേബി ബൂമർ, ബെന്നി കോച്ച്, ഇവരെല്ലാം ബേബി ബൂമേഴ്സിൽ വരുന്ന ആൾക്കാരാണ്. നമുക്ക് വന്നിരിക്കുന്നത് 1965 മുതൽ 1980 വരെ ഉള്ള, അതായത് നമ്മുടെയൊക്കെ ഒരു ഫാദർ ലെവലിലൊക്കെ വരുന്നത് ജനറേഷൻ എക്സിൽ വരുന്നവരാണ്. ജനറേഷൻ ദെൻ കംസ് എന്റെ ജനറേഷൻ 1981 മുതൽ 1996 വരെ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ജെൻസി പിള്ളേര്. അല്ല, അതെന്താ പേരില്ലേ ഇപ്പൊ? അതുകൂടെ പേരോട് പറയണ നമുക്ക് നമ്മൾക്ക് ഇത്ര ഇൻഫർമേഷൻ തന്നിട്ട്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ജെൻസി പിള്ളേര് 1997 മുതൽ 2012 വരെ. സുഹൈൽ അതിലാണ് വരുന്നത്. ഇനി എന്റെ മോനൊക്കെ വരുന്ന ഈ ജനറേഷനിലാണ് ജനറേഷൻ ആൽഫ 2013 മുതൽ 2024 വരെ. ഇപ്പൊ വന്നിരിക്കുന്നത് 2025 മുതൽ 2039 വരെ ഉള്ളത് ജനറേഷൻ ബീറ്റയിലാണ് വരുന്നത്. ഓ, അപ്പൊ ഈ ബീറ്റയുടെ ഒരു ചെറിയ വർഷന്റെ കട്ടിലപ്പുറത്ത് കിടപ്പില്ല. വളർന്നു വരുന്നപ്പോ എന്തൊക്കെ കാണിക്കും തമ്പുരാനറിയാം. മനസ്സിലായോ? എന്ത് കാണിക്കുമെന്ന് ഊഹിക്കാൻ പോലും വരുന്നില്ല. ഒരു ചെറിയൊരു ബീറ്റ് അപ്പുറത്ത് കിടപ്പുണ്ട്. ബ്രോ, ശരിക്കും കുറെ പേർക്ക് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആയിരുന്നു. താങ്ക് യു. ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നത്? ഡയലോഗ് വന്നത് പോലും ഇല്ലല്ലോ. എന്താ ഇങ്ങനെ? ഞങ്ങള് പാവങ്ങള തീ തുപ്പുന്ന ഫ്രീക്കിക്കൊണ്ട് ഗോൾവലകൾ തുളയ്ക്കും. ആ ബോൾ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നതാണ്. ഈശോ പാണ്ടിക്കാരും പാറടം വന്നതായിരിക്കും അല്ലേ? കൂടെ ഉണ്ടായിരുന്നു. ഓഫീസ് എവിടെയാന്ന് പറഞ്ഞേ? സർക്കിൾ എന്ന് പറയും. ഫിലിപ്പിന്റെ പറി ഇതൊക്കെ അടുത്തായിട്ട് വരും. എടാ, അത് ശരിക്കുള്ള ഡയലോഗ് ആണോടാ അത്? ഈ ഫിലിപ്പിന്റെ പറി ആണോ? ഡബ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ കുറെ ഡബ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന്റെ. യെസ്, ഉണ്ട്. അത് എന്തിനകത്ത്? സിനിമയിലാണോ അത്? ഏത്? സിറ്റി ഓഫ് ഗോഡ്, കേരള കഫേ, സിറ്റി ഓഫ് ഗോഡോ എന്താ? കേരള കഫേ മൂവി, സിറ്റി ഓഫ് എന്നാ പറയാനാ? ഇപ്പൊ എവിടെ നോക്കിപ്പോലെ അത് ആരാന്നറിയോടാ രഘുലേ നിനക്ക്? കുതിരേന്റെ സൗണ്ട് ആര്? എടാ, അത് ആരാന്നറിയോ നിനക്ക് രഘുലേ? കുതിരയുടെ സൗണ്ടാ? അതെ, ഒരു കുതിരേന്റെ സൗണ്ട് ഇപ്പൊ എനിക്ക് കേട്ട്. കുതിരയുടെ സൗണ്ട് അല്ല, ലാലു അലക്സ്. പുള്ളി മലയാളത്തിലൊരു വലിയ നടനാ. ഇവൻ മലയാള സിനിമ അറിഞ്ഞൂടാ, ഇവന് മലയാളം അറിഞ്ഞൂടാ. ഇവൻ മലയാളം കേരള തമിഴ്നാട് ബോർഡറാ, മനസ്സിലായ? ഇവന് മലയാളത്തിലുള്ള ഒരാളെ അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അതിന്റെ ചോദ്യമാണ്. നാളെ അല്ലെങ്കിൽ രഘുല നിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് വരെ ഒരു സംശയമില്ലേ? ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. മുതലാളി എവിടെയാണ്? ഒരു തീർത്ഥാടനത്തിലാണ്. പറയൂ വത്സന്റെ അച്ഛൻ. കളർ അടിച്ച വണ്ടിയല്ലേ ഇത്? പറയൂ വത്സന്റെ അച്ഛൻ. രണ്ടും ബഹളാ സാറേ. കിട്ടിയ എന്റെ തല വരെ ഇത് രാത്രി കണ്ടപ്പോ ഇത്രയും കളർ അത് പറഞ്ഞപ്പോഴേ ഇത് ഇതിനെങ്ങനെ കളർ അടിക്കാൻ പറ്റണേ? ഇത് ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ അന്ന് ചോദിച്ചപ്പോ എനിക്ക് നിങ്ങൾ പറഞ്ഞ എന്തോന്ന് മനസ്സിലായില്ല. ഈ വണ്ടിക്ക് എങ്ങനെ കളർ അടിക്കാൻ പറ്റണേ? നമ്മുടെ നിയമപ്രകാരം കളർ അടിക്കാൻ പറ്റൂലല്ലോ. ATP എന്ന് പറഞ്ഞ എന്താ? ഓൾ ഇന്ത്യൻ പെർമിറ്റ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ
കേരളത്തിൽ ഓടുന്ന എല്ലാ വണ്ടികൾക്കും ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താ പോരെ? പക്ഷെ അത് ഭയങ്കര റേറ്റ് കൂടുതലാണ്. എന്തിന്റെ റേറ്റ്? എന്ത് റേറ്റാ കൂടുതൽ വരുന്നത്? പെർമിറ്റ് വരുമ്പം ടാക്സ് കൂടും, പിന്നെ അതുപോലെ ഇഷ്യൂസും ആണ് ഭയങ്കര. ഇത്ര സ്റ്റേറ്റിൽ എന്തൊക്കെയോ വേണം. ടാക്സ് എന്ന് പറയുമ്പോൾ മന്ത്ലി അടക്കണം ഈ ടാക്സ്. അത് അറിഞ്ഞൂടാ, വൺ ടൈം ആയിരിക്കും. ഇയർലി അല്ലേ വരുന്നത്? ഇതല്ലേ പബ്ലിക് വെഹിക്കിൾ അല്ലേ, പ്രൈവറ്റ് അല്ലല്ലോ. ഇയർലി ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. 3 മാസം. ഓ അങ്ങനെ ഉണ്ടല്ലോ. എത്ര രൂപ വരും അപ്പൊ ഓൾ ഇന്ത്യ പെർമിറ്റ് ഒക്കെ എടുക്കാൻ? നോർമലി തന്നെ ലക്ഷങ്ങളാണ്. 90,000. 7 to 10 ലക്ഷമോ? 3.5 ഇയർലിയാ? എന്റെ അമ്മോ, 3 മാസം. 3 മാസാ? അതെങ്ങനെ മുതലാവും? ക്വാർട്ടർലിയാണ്. അതിനുള്ള ഓട്ടം ഉണ്ടാവുമായിരിക്കും അവർക്ക്. ഇപ്പൊ കുറച്ച് ഓട്ടം കിട്ടും ഇനിയിപ്പോ ഇത് കഴിഞ്ഞാ. ഫുള്ള് കിട്ടൂലടാ ബസ്സിന്, അത്ര ചെലവുണ്ട്. ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. ഓ നരൻ, ഞാനൊരു നരൻ. ഓഹോ നരൻ, ഓ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. ഓ നരൻ, ഞാനൊരു നരൻ. വീഡിയോ ക്വാളിറ്റി വെച്ചൊരു വീഡിയോ ജഡ്ജ് ചെയ്യലെന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ അത്. എന്ത് രസം ഉണ്ടായിരുന്നല്ലേ കേൾക്കാൻ. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്കത്? ഞാൻ ഈ മോട്ടിവേഷൻ ഒക്കെ നിർത്തിയ ആളാണേ. ഇപ്പം മോട്ടിവേഷൻ ഇല്ലേ, മോട്ടിവേഷൻ ഒന്നും ഇല്ലേ. മിഥുൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 5 സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച്. ക്ഷമിക്കാനുള്ള കഴിവ്, അതായത് ഒരാളൊരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരാളൊരു തെറ്റ് ചെയ്താലോ അത് ക്ഷമിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ കേൾക്കുമ്പോ എനിക്ക് എന്റെ അടി മുമ്പിലേക്ക് പോകാനുള്ള ഒരു മനസ്സാണ് എല്ലാവർക്കും വേണ്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ഉണ്ടാവും. എടാ താങ്ക് യു സോ മച്ച് മീൻസ് ലോട്ടർ, ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തതിന് മോനെ താങ്ക് യു. ഇതെന്തോ ഇത് മറ്റേ മൊബൈലിൽ ആപ്ലിക്കേഷൻ എന്തോ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രിഡ് വെച്ച് അസൈൻ ചെയ്യണം ആടാ. പക്ഷെ ബട്ട് സ്റ്റിൽ നല്ല ടാസ്ക് ഉള്ള പരിപാടിയാ, മനസ്സിലായേ ബ്രോ? അൻസാവിയ ജോജോ ബ്രോ, താങ്ക് യു സോ മച്ച് മീൻസ് ലോട്ട് മാൻ. പണി അറിയാവുന്ന റോയൽ കിട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. നീ തൊട്ട തിന്നലേറ്റാൽ നരകവും സ്വർഗമാകും. നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും. ദർശിനി പ്രിയദർശിനി, ദർശിനി പ്രിയദർശിനി. ഓടിമഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ. ആരാളിയായത്? സന്തോഷ് പണ്ഡിറ്റ് ഞെട്ടിയാലും ഞാൻ ഒരു കാര്യം പറയട്ടടാ, പുള്ളി പറയണ പുള്ളി ഇറക്കിയ ഒരു പടവും പുള്ളിക്ക് നഷ്ടമല്ല, മനസ്സിലായ? എടാ അങ്ങനെ പ്രോപ്പർ ബിസിനസ് മാനാ. ലൈക്ക് വേറൊരു കാര്യമുണ്ട്, പുള്ളി ഈ ഫിലിമിലൊക്കെ എത്ര കോമാളിത്തരായിട്ട് അഭിനയിച്ചാലുണ്ടല്ലോ, ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോ പുള്ളി കാണിക്കണ ഒരു ഡെക്കോറുണ്ട്, മനസ്സിലായ? അത് കാണണം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങേര് തന്നെ ആണോ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. എന്ത് കിടില മെച്യൂരിറ്റിയുടെ സംസാരിക്കണമെന്ന് അറിയാം പുള്ളി ഭയങ്കര കിടില, ഭയങ്കര മെച്യൂർഡാണ് ആള് ആ കാര്യത്തില്. പുള്ളി പറഞ്ഞത് ഇതാണ്, അന്ന് ഈ പറയണതുപോലെ ബഡ്ജറ്റിന്റെ കാര്യം നോക്കിയിട്ട് പുള്ളിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് ഇറക്കിയിട്ട് പോലും മുടക്കിയ പൈസ അങ്ങർക്ക് തിരിച്ചു കിട്ടി. അളിയാ പറയടാ. കോംപ്രമൈസ് ആയി, പ്രശ്നം തീർന്നു. ഞാൻ ഈ പ്രശ്നം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തെ ഗൈസ് പെട്ടെന്ന് ഒരാൾ മസിലൊക്കെ കാണിച്ച് എന്നെ വിളിക്കണം. അളിയാ ഒരു 4 മണിക്കൂർ സമയം തന്നെ ഞാനങ്ങ് എത്തും, നീ 4 മണിക്കൂർ ഞാൻ നോക്കിയപ്പോ ഒരു കയ്യില് ചപ്പാത്തി ചുടുന്ന, ഇപ്പഴത്തെ മസിൽ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുക, ഇപ്പഴത്തെ ചപ്പാത്തി ചുടുക കേട്ടിരുന്നത്. എന്നിട്ട് പറയണ എൻ്റെ അടുത്ത്
നമുക്ക് അളിയന്റെ ജീവിതമാണ് വേണ്ടത്. നീ കോൺട്രവേഴ്സി ഒക്കെ വന്നല്ലടാ ഇവിടെ. ഞാനില്ല. എല്ലാരും പറഞ്ഞ ഞാനാണ് അന്ന് എന്തോ പറഞ്ഞതിന്റെ ബാക്കിയിട്ടാണ് നീ അന്ന് പറഞ്ഞതെന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. അതെ നീ പറഞ്ഞതിന്റെ പുറത്ത് തന്നെയാണ് പറഞ്ഞത്. തന്നല്ലേ? എനിക്ക് പങ്കില്ല. എനിക്ക് ഈ ഒരു ക്ലിപ്പ് വെച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ വീണ്ടും ഓരോ ദിവസമായിട്ട് വന്നാൽ ഞാൻ എറിഞ്ഞു തരുവേ. പ്രശ്നം തീർന്നില്ലേ? തീർന്നു. അതിന്റെ അർത്ഥം അണ്ണാ നോക്കിയേ, ചേട്ടൻ ചുമ്മാ തീ ലിറിക്സ് മോഡറേറ്റേഴ്സ് മദ്യം അമൃത് വേടന്റെ വരികൾ അണ്ണന്റെ വരികൾ. പട്ടിക്കവാഴുമി കേരള നാട് അണ്ടനടകൊടൻ മരുപരിച്ച് നാട്ടാരിൽ മൊത്തത്തിൽ നട്ടം തിരിഞ്ഞ് നമ്മുടെ നാട് കേരള നാട് മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നെന്നാവും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. 5 കൊല്ലം മാറി ഭരിക്കുന്ന മന്ത്രിമാരും ഗ്രൂപ്പുകളെ കൈത്തൊഴിലാക്കിയ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊഴുത്ത പെട്ടിക്കടകൾക്ക് അലങ്കാരമായി ആൻസിന്റെയും പാൻപരകിന്റെയും മിന്നുന്ന മല കാണാൻ 10 പോലും പ്രായം തികയാത്ത പീക്കിരികൾ ആൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിയിട്ട് ടാങ്സ് പറഞ്ഞു പോയി. ആൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിയിട്ട് താങ്ക്സ് പറഞ്ഞു പോയി. ഈ പാട്ട് പഠിക്കണം. ഈ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ കേട്ടോ. ആൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിയിട്ട് ടാങ്സ് പറഞ്ഞു പോയി. കൈക്ക് തെരുപ്പ് തലയ്ക്ക് പെരുപ്പ് കാലിലും നല്ലൊരു ഗ്രിപ്പ്. ശമ്പു വെച്ചിട്ട് അവനറിയോ മോളിലേക്കുള്ളൊരു ട്രിപ്പ്. വാണിപത്തിൽ നല്ലൊരു കേട്ടോ നിങ്ങളത് വെച്ചിട്ട് അവനറിയോ മോളിലേക്കുള്ളൊരു ട്രിപ്പ്. അതിലും നല്ലൊരു ഗ്രിപ്പ്. ശംഭു വെച്ചിട്ട് അവനറിയോ മോളിലേക്കുള്ളൊരു ട്രിപ്പ്. വാണിപത്തിൽ നല്ലൊരു വാണിപം പെൺവാണിപവും കാശുണ്ടാക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെയുണ്ടോ എവിടെണ്ടാവാ. മനോജ് ഗിന്നസിന്റെ വരികളാണ്. ആണോ? മനോജ് ഗിന്നസ് പുള്ളിയുടെ ഇതാണോ? ഇത് പുള്ളി പറയുന്നതെല്ലാം സത്യമാണ്. അല്ല ഇത് ഈ പുള്ളി പാടിയതല്ലേ? അപ്പോ ഇത് പണ്ടിറങ്ങിയ ഞാൻ കേട്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആണോ? എന്നിട്ട് ഇത്രയും നേരം നീ അയ്യോ വാണിപത്തിൽ നല്ലൊരു വാണിപം പെൺവാണിപം കാശുണ്ടാക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെയുണ്ടോ. കസുക്കെടുത്തും വാക്കെടുത്തും ഓളെ ഒതുക്കിയെന്നാലോ തക്കം കിട്ടൽ പെൺമൊഴിയാകെ മാറ്റി പറയുന്ന കാവേലി. എന്തൊക്കെ സാധനല്ലേ. എന്റെ വീടിന്റെ പണിക്കുള്ള നല്ല 1-ാം തരം തേക്കിന്റെ കട്ടളയെ അവൻ കൊണ്ടുപോയത്. ഇത് 3-ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ കട്ടള വെക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വെക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വെക്കും, അവൻ കൊണ്ടുപോകും. എന്നാ പിന്നെ തനിക്ക് വെക്കാതിരുന്നൂടെ എന്ന് പറയാൻ നിങ്ങൾക്കത് പറയാം. എന്റെ ഭാര്യ ലതികുമാരി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അറിയാവോ? ഗൾഫിൽ കിടന്നോ? പ്രശ്നമാവത് ഇഷ്യൂആയി. കടത്തോളം പോയാടാ എന്ന് തിരക്കടിയാ കൊണ്ട് അല്ലേ ചെറുക്കന്റെ ഭാഷയും കണ്ടില്ലേ? എന്താടാ ക്ലാസ്സില്? ഞാൻ എന്റെ അടുത്താണ് ക്ലാസ്സില്ലേ? ഞാൻ പോകുന്നില്ല. എന്തോ പോകുന്നില്ല? താനൊന്നും പറയടാ. ഞാൻ പോണില്ല. കൂടുതൽ നിർബന്ധം പിടിക്കാൻ അടങ്ങാൻ. പാത്തന്റെ കാര്യം പറയടാ. മൈനെ കണ്ട്. എന്തോ ഒറ്റ മൈന്? അല്ലാണ്ട് അച്ഛനാ ഒറ്റ മൈന. അതിന് 2 മൈനെ കാണാൻ കൂട്ടുകാരി പോകാൻ പറ്റത്തില്ല. എന്നെ അടുത്തിട്ട് അടിക്കാൻ എനിക്കല്ലേ തോന്നുന്നത്. രായന്റെ വീട്ടിൽ വീട്ടില് ഒരു മൈനടപ്പുണ്ട്. കണ്ടിട്ട് പോകാൻ സ്കൂളിൽ പോകാൻ. ഇയാൾ ചുമ്മാ കുടുംബ പ്രശ്നത്തിലാണ് പറഞ്ഞില്ലേ? അവന്റെ രായന്റെ കൂട് ഷോർട്ട് ഫിലിം ആണത്. വെബ് സീരീസ്. ജോലി സമയത്ത് മാത്രം എനിക്ക് ദേഷ്യമുള്ളൂ. ബെയർലി മെയ്ഡ് ഇൻ ടു വർക്ക് ഓൺ ടൈം.
തലതിരിഞ്ഞൊരു പട്ടി. ഇങ്ങനത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഗൈസ്, കൂടുതൽ ബിവറേജ് വന്നവർക്കറിയാം. കൂടുതൽ ബിവറേജില് ഈ ബിവറേജിന്റെ വഴി എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന്റെ മുമ്പിൽ ഒരു നായിന്റെ മോയി കിടപ്പുണ്ട് ഇതുപോലത്തെ ഒരെണ്ണം. വണ്ടിയെ പോകുമ്പോ ഇവന് ചാടിക്കടിക്കണം ജനലിൽ കൂടെ. എന്നാ നമ്മള് വണ്ടി നിർത്തിയിട്ട് വെളിയിൽ ഇറങ്ങിയാലോ, ക്രോസ് ചെയ്യണ്ട. പട്ടി നമ്മളടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്ക് അറിയാം, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അങ്ങനത്തെ ഒരു പട്ടിയുണ്ട് ഇവിടെ. എനിക്ക് അതിനെ താണ്ടി വേണം എല്ലാ ദിവസവും വീട്ടിൽ പോയിട്ട് വരാൻ. ബൈക്ക് കൊണ്ട് ഞാൻ പോവാറില്ല രാത്രി, എനിക്ക് പേടിയാ. അതുവഴി ബൈക്ക് എടുത്ത് പോകാൻ പറ്റത്തില്ല. ഇത് വന്ന് ഇതാക്കും, വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങിയ ഒരു പ്രശ്നമില്ല ആൾക്ക്. ഇങ്ങനെ കുറെ പട്ടികളുണ്ട്. പീരുവിനെയൊക്കെ കണ്ടില്ലേ? നെവർ ഗീവ് അപ്പ്. ലിറ്റിൽ നൈറ്റ്മെയർസ് അത് പെൻഡിങ് ഉണ്ട്, അത് കളിച്ച് തീർക്കണം. ഞാനിവിടെ പെട്ടിരിക്കുന്നത്. അവന്താ ഇവിടുത്തെ കൺട്രോൾ മാറ്റിയേക്കുക. വിഷയം സ്പോയിലർ അല്ല, സ്പോയിലർ അല്ലടാ, നമ്മൾ ഓൾറെഡി അത് അവിടെ വരെ കളിച്ചു വെച്ചേക്ക. സ്പോയിലർ അല്ല. വാട്ട് നെക്സ്റ്റ് അബൌട്ട് പാപ്പൻ ഈസ് കമ്മിങ്. ഓ, ഇതിന്റെ ഫുൾ വീഡിയോ കൊണ്ടായിരുന്നോ ഗൈസ് നിങ്ങള്? എന്റെ അമ്മോ, ഗൈസ് നിങ്ങളുടെ തീയും ഗൂസ് ബംസും ഒക്കെ ഓക്കെ. ഇതിന്റെ ലാസ്റ്റ് പാർട്ട് ഇറങ്ങിയത് 8 വർഷം മുമ്പാ. പ്രായം നമുക്കൊക്കെ 8 വയസ്സ് കൂടി. 8 വയസ്സ്. ആട് 2 ഇറങ്ങി 8 വർഷമായി. യെസ്, എന്താ വാങ്ങാ 8 വർഷം. 8 വർഷമൊക്കെ എന്റെ അമ്മോ, മൂട് പോയിന്ന്. അയ്യോ, മൂട് പോയി. ഇവിടെ 10 വയസ്സ് അല്ലേ ലാസ്റ്റ്. എനിക്ക് ആഡ് 2 റിലീസ് ഡേറ്റ് നോക്കട്ടെ. ആഡ് 2 ഇങ്ങോട്ട് ഒരു ഓർമ്മയില്ല. ഗൈസ് ആഡ് 2 ഇറങ്ങിയത് കണ്ട 2022 ഡിസംബർ 2017. 8 വർഷം. ഞാൻ 10ാം ക്ലാസ്സിൽ. എനിക്ക് 20 വയസ്സുണ്ടായിരുന്നപ്പോ. എല്ലാരും ജസ്റ്റ് നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ജസ്റ്റ് ഫാക്ട്. സമാധാനം, ഇത് ഓൾറെഡി കണ്ടപ്പോ പോയതാ. അപ്പൊ നിങ്ങളങ്ങനെ സൂചിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു. എന്റെ കൂടെ നിങ്ങളും ഓരോന്ന് നീയൊക്കെ അത് ഓർത്തിരിക്കും കുറച്ചു നേരം. അയ്യോ കാശി പറയുന്നു, കാശിയിലെ കമ്പി എന്ന് പറയുന്നത്. അയ്യോ, ഇത് പഴയ വീഡിയോ. കമ്പി. ഈ പെട്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രി ഡബ് വീഡിയോ ഞാൻ വോയിസ് ബാക്ക് ഞാൻ കേട്ടില്ലടാ. ഇത് ഒറിജിനൽ ആണോ? ഇത് ഒറിജിനൽ ആണോ അതോ ഒറിജിനൽ അല്ലേ? ചന്ദനക്കുടം ചക്കരക്കുടം ചന്ദനം പാട്ടൊക്കെ ഉണ്ടോ? ചന്ദനക്കുടം ചക്കര ആണോ? കാർപ്പേ സ്പ്രേ ദോ എന്റെ പുറകെ കായ് പോപ്പി ബ്രോ.
ഞാനൊരാ സായിപ്പണ്ണാണി, നിങ്ങൾ എന്റെ പിള്ളേരാടാ. നമസ്കാരം. ഒളിയടാ. അയ്യോ എടാ, മാറണ്ട് അല്ല ഇതൊക്കെ ഇട്ട എങ്ങനെ മാറണ്ട് നോക്കാൻ കിടക്കുമ്പോ ഇതിടുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. അയ്യോ 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 എടാ കരിയർ ചേഞ്ച് ബ്രോ. വെമ്പനാട്ടുകായ തിരകൾ. സായിപ്പിന്റെ കൂടെ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് 2 പരിപാടിക്ക് പോയട്ടാ. മൈക്കെടുത്ത ആദ്യം ഇതാണ് പാട്ട് പാടാൻ പറഞ്ഞ അപ്പഴേ വേമ്പനാട്ടുകായൽ എന്നിട്ട് ഇവ ഒരു പരിപാടി എന്ത് പറയോ, തെറിവിളി വരുന്ന ഭാഗം വരുമ്പോഴേ മൈക്ക് തിരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അവന്മാരിരുന്ന് പറഞ്ഞോളും ബാക്കി. തുടിക്കുന്നു തകതിനി തകതിനി. അയ്യോ എന്തൊക്കെ മറ്റേ സാധനം മാറാ അതില്ല ഇതില് അതൊന്നും ഉണ്ടാവില്ലടാ. തെറിവിളി ഒന്നും അതുണ്ട് കുഞ്ഞേന്ന് വിളിക്കും മറ്റേ സാധനത്തിന്. കുഞ്ഞേന്നോ കുഞ്ഞേ. ഓ റീകോണേ ഉണ്ടോ? അത് വരെ ഇപ്പൊ കേട്ട് ഇപ്പൊ കേട്ട് കേട്ടോ. ഇതിനു മുമ്പ് അത് റീകോൺ ഫേമസ് കേട്ടോ. ഒരു ഗെയിമിൽ വരെ വന്ന പേരവന്റെ. ഓ എന്താ ഈസി പിന്നെ ഇത് കളിച്ച് തീർത്താ. ഇത് ഞാൻ പാടി ഒന്ന് കേക്കണേ. വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം ദൈവവരീഷ്ടം പരസ്മിതവതനം വാചതം തകര രക്ഷാകവചം. ഇത് ഒറിജിനൽ അല്ലേന്നോ? ഇത് ഒറിജിനൽ അല്ല, പാടിയതാ. പുള്ളി പാടിയേക്കുവാ. ഇത് ഒറിജിനൽ ഒന്നും അല്ലല്ലോ കഴിച്ചത്. ഇത് ഒറിജിനൽ ആണോ? ഇത് പാടിയേക്കുവാ പുള്ളി. ശിവസംഭൂത ഭുവി സംജാത നന്ദിതവ കിംബു കൊടുവവാനീത ಸಾವಿರ ದೇವತ മനസംപ്രീത വേദുത നിന്ദേവു ആരാധിസുത. എന്റെ അമ്മോ ഗൈസ് പോയി സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്ത് രസമല്ലേ. അനിരുദ്ധ് ഭാസ്കർ ബ്രോ കിടിലം. അടിപൊളി അടിപൊളി അടിപൊളി. ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ്. എനിക്കറിഞ്ഞൂടാ. ഇത് ഞാൻ പറയാം, ഇതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവിയിൽ ഒന്നാണ്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പടം തന്നെയാണ് ഏറ്റവും വലിയ ഇടുക്കി ഗോൾഡ്. പറയാതിരിക്കാൻ വയ്യ.
This scene. ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചു. എന്താണ് മുടിച്ചേ? 5 ദിവസമായി ആഹാരം കഴിച്ചിട്ട് നിവൃത്തിയില്ലായിരുന്നു. നിങ്ങൾ കേട്ടില്ലെന്നറിയാം. കിടന്നിരുന്ന പുര വര വിട്ടിട്ടാണ് ദുബായി പോകാൻ ഞാനിവിടെ വന്ന് പണം മുഴുവൻ വാങ്ങി അവന്മാരെന്നെ പറ്റിച്ചു. എന്റെ കത്തുപടം സ്വപ്നം കണ്ട് പട്ടിണി കിടക്കുന്ന കുടുംബമുണ്ട് നാട്ടില്. നിവൃത്തിയില്ല ചേട്ടാ. എന്താ അഭിനയല്ലേ ഇത്? അഭിമന്യു അല്ലേടാ പടാ ഇത്? ഇത് അഭിമന്യു അല്ലേ? 798K ആയി യൂട്യൂബിൽ. പോടാ